ഞാൻ തൃശ്ശൂർ ഇൻഡസ് എഡ്യൂക്കേഷനിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ BCA ഗ്രാജുവേറ്റാണ്. BCA കഴിഞ്ഞ ശേഷം ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ തപ്പിയപ്പോഴാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് കാണുന്നത്. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു തന്നിട്ട് ഞാൻ വിളിക്കണത്. അപ്പോൾ ഞാൻ BCA ഗ്രാജുവേറ്റ് ആയിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായില്ല. കാരണം ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു, പിന്നെ BCA ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ മുബീന മാമിനെ വിളിക്കുന്നത്. മുബീന മാമാണ് പറയുന്നത് ഇവിടെ ചേർന്നാൽ കുഴപ്പമില്ല, ബേസ് തൊട്ട് പഠിപ്പിച്ചാലും അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോഡിങ്ങിൽ ചേർന്നത്. എനിക്ക് അനാട്ടമി ICD അശ്വതി മിസ്സാണ് എടുത്തിരുന്നത്. CPTയും HCPSും സുരയ്യ മാമും. അനാട്ടമി അശ്വതി മിസ് എന്ന് വെച്ചാൽ എനിക്ക് അനാട്ടമി ഒന്നും അറിയില്ലായിരുന്നു. അശ്വതി മിസ്സാണ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തത്. അതായത് മിസ്സ് ഓരോ ക്ലാസ് കഴിയുമ്പോഴും പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ മിസ്സ് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ അനാട്ടമി പഠിച്ചെടുക്കാൻ പറ്റിയത്. അതുപോലെ ICD ആയാലും മിസ്സ് പഠിപ്പിച്ച ശേഷം അവസാനം ഹോംവർക്ക് തരും. എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ ചെയ്യണം അതിൻ്റെ എല്ലാം പിന്നെ എന്താ എക്സാമ്പിൾസ് ഹോംവർക്ക് തരും, പിറ്റേ ദിവസം ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതുപോലെ സുരയ്യ മാം ആയാലും ഒരു CPTയുടെ ഒരു ചാപ്റ്റർ ആയി കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൻ്റെ മൊത്തം ക്വസ്റ്റ്യൻസ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അതിനുശേഷം 13 മോക്കുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ സിലബസിലത്തെ പോർഷൻസ് കഴിഞ്ഞ ശേഷം 13 മോക്ക് ചെയ്ത ശേഷമാണ് എനിക്ക് എങ്ങനെ എക്സാം എഴുതാൻ പറ്റും, ടൈം മാനേജ്മെൻ്റ് ഒക്കെ ആ 13 മോക്കുകൾക്ക് ശേഷമാണ് മനസ്സിലായത്. ഇൻഡസ് എഡ്യൂക്കേഷൻകാർ നമുക്ക് എന്താ പറയുക ഇൻഡിവിജ്വലായിട്ട് നമ്മളെ ഓരോ ആൾക്കാർക്കും എക്സാമിനേഷൻ ഗൈഡൻസ് തരും. അത് എക്സാമിനേഷൻ ഗൈഡൻസ് മര്യാദ അറ്റൻഡ് ചെയ്താലേ നമുക്ക് എക്സാമിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിലും ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മെയിലാണ് CPC സർട്ടിഫൈഡ് ആയത്. ഞാൻ സർട്ടിഫൈഡ് ആയ ശേഷം NHRഉം പിന്നെ മുബീന മിസ് വിളിച്ചിരുന്നു. അങ്ങനെ അവരെൻ്റെ CV ഹൈദരാബാദും ബാംഗ്ലൂർ കമ്പനികൾക്ക് ഫോർവേഡ് ചെയ്ത് അങ്ങനെ ബാംഗ്ലൂർ കമ്പനി എന്നെ വിളിച്ചിരുന്നു. ആദ്യം പ്രിലിമിനറി ഇൻ്റർവ്യൂവിൽ അവർ എന്നോട് ചോദിച്ചത് അനാട്ടമി സൈറ്റിനെ കുറിച്ചും പിന്നെ ICD ഏതെങ്കിലും ഒരു ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ റൗണ്ടിൽ സെലക്ട് ആയി. അതിനുശേഷം ഞാൻ കയറിയത് നേരെ സെക്കൻഡ് റൗണ്ടിലാണ്. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ മെഡിക്കൽ കോഡിങ്ങിൽ പഠിച്ച ആദ്യം മെഡിക്കൽ കോഡിങ് എന്താണെന്നും അനാട്ടമിയിൽ സൈറ്റുകളെ കുറിച്ചായാലും ICDയിൽ കോഡിങ് ബേസിക്സിനും എല്ലാം ചോദിച്ചിരുന്നു. അത് മൊത്തം ചോദിച്ചിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് ശേഷം ഞാനിപ്പോൾ ജോബിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റഡ് ആയേക്കാണ്. ഇൻഡസ് എഡ്യൂക്കേഷനിലും മുബീന മാമും എന്നെ പഠിപ്പിച്ച എല്ലാ മിസ്സുമാരുടെയും ഹെൽപ്പോട് കൂടി മാത്രമാണ് ഞാനിപ്പോൾ ഈ CPC പാസ്സായതും ഇൻ്റർവ്യൂ വരെ എത്തി നിൽക്കാൻ സാധിച്ചതിന് ഞാൻ അവരോട് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.